കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ചെറുപയർ പരിപ്പാണ്. ചെറുപയറിന്റെ പരിപ്പാണ് ഇത്, തൊലിയില്ലാത്തത്. ഇതിന്റെ പരിപ്പ് കറി എങ്ങനെ എണ്ണയും വളരെ കുറച്ച് പെട്ടെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ചെറിയൊരു പാത്രം എടുത്ത് ഞാൻ ഇതിനകത്ത് ഞാൻ ട്രിക്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ബോട്ടിലിന്റെ ഇത് മുറിച്ചിട്ട് വെക്കുന്നത്. അതെങ്ങനെ കവറ് മുറിച്ച് കഴിഞ്ഞ് പിന്നെ പാക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വെക്കുന്നത്. ഇത് ഞാൻ വളരെ കുറച്ചേ ഇടുന്നുള്ളൂ. പരിപ്പ് ഒരു ശകലം, ഇത്രയും മതി, ഒരു ശകലം കൂടെ ഞാൻ ഇത്രേ ഇട്ടുള്ളൂ പരിപ്പ്. ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ഇടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഇതാണ്: ഒരു തക്കാളിക്ക്, ഒരു സവാള, 5 വെളുത്തുള്ളി, ഇച്ചിരി വലിപ്പമുള്ളതാണ് ഇത്, ശകലം ഇത് എന്താ പറയുന്നത്, ഇഞ്ചി. പിന്നെ ഈ ചീര ഏതാണെന്ന് അറിയാമോ? ഇത് ഈ സാമ്പാർ ചീരയാണ്. ഇതിനെ തണ്ടിടത്തില്ല, ഇല മാത്രം മുറിച്ച് ഞാനിപ്പോൾ ഇടും. ചെറുതായിട്ട് മുറിച്ചിട്ട് ഈ പരിപ്പ് ഞാൻ ആദ്യം ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കും. പരിപ്പ് ഞാൻ കഴുകിയില്ല, ഇപ്പൊ കഴുകിയിട്ട് ഇതിനകത്തോട്ട് ഇടും. ഇട്ട് കഴിഞ്ഞ് പരിപ്പ് ഞാനിത് ഇത്രയും വെള്ളം ഒഴിച്ചു. ഞാനിത് ഈ പരിപ്പ് കഴുകിയിട്ട് ഞാൻ ഇതിനകത്തിട്ട് തിളപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, തിളപ്പിച്ച് കഴിയുമ്പോൾ ഇതിനകത്തൊരു പത വരുമല്ലോ, ആ പത അങ്ങ് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഈ യൂറിക് ആസിഡ് ഒക്കെ ഉള്ളവർക്ക് കഴിക്കാനായിട്ട് കുറച്ച് പ്രോട്ടീനൊക്കെ കുറവായിരിക്കും, അത് കളഞ്ഞു കഴിയുമ്പം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ കഴുകി ഇട്ട് തിളപ്പിച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ പരിപ്പിട്ടത് കണ്ടോ, തിളച്ച് പത പൊങ്ങി വന്നത് കണ്ടോ. അപ്പം ഞാനിത് ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ച്, ഇച്ചിരി ശകലം ഫുള്ളിലാണ് വെച്ചിരുന്നത്. അപ്പം പരിപ്പൊക്കെ ഒന്ന് താഴോട്ടൊന്ന് ഇറങ്ങട്ടെ. അപ്പം നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ പത അങ്ങ് എടുത്ത് കളയാം. അപ്പം ഇതിങ്ങനെ എടുത്തിട്ട് മൊത്തം ഇങ്ങനെ എടുത്ത് കളയാം. നമുക്ക് ഇങ്ങനെ എടുത്ത് കളയുമ്പോൾ പിന്നെ പരിപ്പ് വെക്കുമ്പം, ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഉള്ളതാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പം പിന്നെ കുഴപ്പമില്ല. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ എടുത്തു. ഓക്കെ, ഇനി ഞാനിത് കുക്കറിനകത്തോട്ട് ഇടാൻ പോകും. പരിപ്പ് ഞാൻ ഇതിനകത്തിട്ട് കുക്കറിനകത്തിട്ട് ഇതിനകത്ത് ഞാൻ ഇനി ബാക്കി ഐറ്റംസും കൂടെ ഇട്ട് കാണിക്കാം. ഇനി ഞാൻ ഇതിനകത്ത് എല്ലാ സാധനവും ഞാൻ ഇതിനകത്തോട്ട് ഇടുകയാണ്. ആദ്യം ഞാൻ വെളുത്തുള്ളി അങ്ങ് ഇടുകയാണ്. അത് നല്ലതായിട്ട് തിളച്ചപ്പം വെളുത്തുള്ളി ഇട്ടു. തക്കാളിക്ക് ഇടുകയാണ്. ഞാൻ ഇതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടില്ല. ഇത് 3 പച്ചമുളക്, ഇത് ഇങ്ങനെ കീറിയതാണ്. ഇത് 3 പച്ചമുളക്, ഇത് ഇത്രയും സാധനം. പിന്നെ ഇത് ഞാൻ ചീര അരിഞ്ഞത്, അതും കൂടെ ഞാൻ ഇടുകയാണ്, ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് ഇതിനകത്ത് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഒരു സ്പൂണ്, ഒത്തിരി നിറച്ചല്ല, ഞാൻ ഉപ്പ് ഇത്രയും ഇടുകയാണ്. കുറച്ച് ഞാൻ ഇതാണ് ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ആക്കി. അപ്പം ഞാൻ ഈ അടുപ്പ് അടച്ച് 2 വിസിൽ അടിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. 2 വിസിൽ അടിച്ചു കഴിഞ്ഞ് ഇതിന് കടുക് പൊട്ടിക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, സ്ലോയില് ഗ്യാസ് ഞാൻ മീഡിയമിലാണ് വെച്ചിരിക്കുന്നത്, സ്ലോയിലല്ല. സ്ലോയിൽ ഒത്തിരി സമയം എടുക്കും. ഇത് ചെറുപയർ പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് വേകും. ഓക്കെ, അപ്പം 2 സീറ്റ് കാണിക്കാം. ഇവിടെ ഞാൻ ഒരു സവാള എടുത്തതിൻ്റെ വളരെ ചെറിയൊരു പാർട്ടാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. പകുതിയിൽ കൂടുതൽ ഞാൻ കുക്കറിനകത്തിട്ടു. അതിൽ ഒരു ശകലം കുറച്ച് കുറവാണ്. ഇത് ഞാൻ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കാണിക്കാമേ. പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ പാൻ എടുത്ത് ഇതിനകത്ത് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു. ഒരു സ്പൂൺ എണ്ണ, അത് വളരെ കുറച്ച് എണ്ണയാണ്, 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഇത് ജീരകം, കായം, ഇത് അയമോദകമാണ്. അയമോദകം ഗ്യാസിനൊക്കെ നല്ലതാണ്. അപ്പം ഞാൻ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടും നമ്മൾ ഇതിന് കടുക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ. ഇതിട്ടു. അപ്പം ഗ്യാസ് ഞാൻ ഈ സവോള ഉണ്ടല്ലോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇടുകയാണ്. അത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇട്ട്.
അപ്പോൾ ഇത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം സ്പൂണും കൊണ്ട്. ഇത് ചെറിയൊരു ബ്രൗൺ കളറാണ്. ഗ്യാസ് സ്ലോയിലാണ് വെച്ചിരിക്കുന്നത്, കടുക് പൊട്ടിക്കാനായിട്ടായതുകൊണ്ടേ. ഇത് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് നിർത്തി വെക്കാം. നിർത്തി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മേലിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ പരിപ്പ് കറി റെഡിയാകും കേട്ടോ. അധിക സമയമൊന്നുമില്ല. നമ്മൾ വിസിലടിക്കുന്ന ആ സമയമില്ലേ, അത് മതി. ബാക്കിയെല്ലാം നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ എണ്ണയും ഒത്തിരി വേണ്ട. ഇതെല്ലാം നമുക്ക് വഴത്താനൊക്കെ എണ്ണ വേണ്ടേ, അത്രയൊന്നും വേണ്ട. കടുക് പൊട്ടിക്കുമ്പം ഈ സവാള നമ്മൾ ലാസ്റ്റിൽ ഒരു ശകലം ഇങ്ങനെ കടുക് പൊട്ടിക്കുവാണെങ്കിൽ നല്ല മണമാണ് പരിപ്പ് കറിക്ക്. പിന്നെ അയമോദകം ഇടുമ്പോൾ അതുണ്ടല്ലോ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഗ്യാസ് പിടിക്കത്തുമില്ല. അതുകൊണ്ട് പിന്നെ കായം ഞാൻ ഇച്ചിരി കൂടുതലിടും. എല്ലാം കൂടെ കൂടി ഒരു സ്പൂൺ ആയിട്ടത് കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് വഴറ്റിയിട്ട് കാണിച്ചു. ഇതാണ് അയമോദകം. നമ്മൾ ഇച്ചിരി വയറുവേദനയൊക്കെ വരുമ്പോഴാണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ നമ്മളിത് കഴിക്കുക. ഒരു അര സ്പൂണിൽ കുറച്ച് എടുത്ത് വായിലോട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വയറുവേദനയൊക്കെ കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇവിടെ ഞാൻ ഇത് കടുക് പൊട്ടിച്ചതിൻ്റെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള കണ്ടോ ഇത്രയും വഴറ്റിയ കരിഞ്ഞുമില്ല, ഒരു ബ്രൗൺ കളർ വന്നു. അപ്പം ഞാനിത് ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഇതിനകത്തോട്ട് ഇതിട്ടിട്ട് വേണമെങ്കിൽ കരിയാപ്പിലയും ചേർക്കാം കേട്ടോ. കരിയാപ്പില ഇതിൻ്റെ കണ്ടോ, ഇതാണ്. ഇത് ഇച്ചിരി ചാറ് പോലെ ആക്കി ഞാൻ വേണമെങ്കിൽ ശകലം വെള്ളം കുറച്ച് വയ്ക്കാം. ഇത് ഞങ്ങൾക്ക് എനിക്ക് എങ്ങനെയാണ് ഇവിടെ വേണ്ടതെന്ന് വെച്ച് അതുപോലെ ഞാൻ ഉണ്ടാക്കിയത്. ഓക്കെ, പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.